ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിൻ്റെ അവിഹിതത്തിന് സ്വന്തം ചേട്ടൻ കൂട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആൾ കളിച്ച് സംസാരിച്ചങ്ങ് കാട് കയറിപ്പോയതാണ് വൈജയന്തി. ഒരൊറ്റ അടിക്ക് വൈജയുടെ നാവ് അടപ്പിച്ചു. അതിനുശേഷം വേറൊരു ചൂണ്ടിക്കൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുക കേട്ടോ. മക്കളപ്പുറം നിന്ന് കണ്ടു എന്ന് വൈജയ്ക്ക് മനസ്സിലായി. വൈജ ചൂളിപ്പോയി, നാറി വെളുത്തി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. നീ ആരാടി? നല്ല പ്രായത്തിൽ മതിച്ച് കൂത്താടി നടന്നവളല്ലേടി നീ എന്ന് ചോദിച്ചു. ബാലചന്ദ്രനെ പറ്റി അപവാദം പറയുന്നത് നിനക്ക് എന്ത് യോഗ്യതയടി ഉള്ളതെന്ന് വൈജയന്തിയോട് മക്കളുടെ മുന്നിൽ വെച്ച് ഗംഗാധരൻ ചോദിക്കുക. നാറിപ്പുഴത്തിങ്ങനെ നിൽക്കുക. വൈജ ചോദിച്ച് മേടിച്ചു. ആ സമയത്ത് മക്കൾ അന്തം വിട്ട് അമ്മയെ നോക്കിയോ. നിന്റെ ആഗ്രഹ കഥകളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ മക്കള് തന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിൽ എറിയുമെന്നും പറഞ്ഞുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ച് വൈജയുടെ ചരിത്രം മുഴുവൻ ഗംഗാധരൻ അങ്ങ് വെച്ചു വിളമ്പി കൊടുത്തു. മക്കൾ 3 പേരും കണ്ണും തള്ളി അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. മക്കളുടെ നേരെ ഇങ്ങനെ ഉണ്ടക്കണ്ണും വീഴ്ച ഇങ്ങനെ നോക്കി, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി വൈജയന്തി അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് മക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. നിന്റെ സദാചാര പ്രസംഗം അപ്പൊ ഗംഗേട്ട കുട്ടികൾ കേട്ടോണ്ട് നിൽക്കുകയാണെന്ന് മാലതി പറയുമ്പോൾ കേൾക്കട്ടെ, പറയാവുന്നതിന്റെ പരമാവധി ഉള്ളോട് പറഞ്ഞില്ലേ. ആർക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് നീലഗിരിയിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വന്നതെന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? ഒരു കുടുംബം എങ്ങനെയെങ്കിലും നിലനിന്ന് പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവൾ അത് നശിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നു. വൈജ പൊട്ടയ്ക്ക് ഒതുങ്ങി പൊടിക്കല നന്നായിട്ടങ്ങ് ഒതുങ്ങി അങ്ങ് നിൽക്കുക. കൃഷ്ണയ്ക്കാണ് ഭയങ്കരമായിട്ട് ഷോക്കായി പോയത്. അത്രയും പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് ഒരു പോക്ക് അങ്ങ് പോയി. ഒപ്പം മാലതിയും ആ കൂടെ അങ്ങ് പോയി. വൈജ ഇങ്ങനെ തൊലി ഉരിഞ്ഞ് മക്കളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക അവിടെ. ഈ സമയത്ത് ഇതെല്ലാം കേട്ടും കണ്ട് നമ്മുടെ അലീനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കവളത്ത് 5 വിരലും പതിപ്പിച്ച പാടുമായിട്ട് പാവം അതിങ്ങനെ ഭയങ്കര ഇതായിട്ട് അവിടെ നിൽക്കുന്നു. ആ സമയത്താണ് മാലതിയും ഗംഗാധരനും കൂടെ അലീനയുടെ അടുത്തേക്ക് വരുന്നത്. അലീനയുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ആ വാഷ് ബേസിനിൽ ചെന്ന് മുഖം കഴുകിച്ച് ഇവരുടെ മുന്നിലേക്ക് വന്നു. ഇവർ 2 പേരും കൂടെ അപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വൈജ നിന്നെ അടിച്ചല്ലേ എന്ന് അലീനയോട് ഗംഗാധരൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം മാലതിയും ഗംഗാധരനും ഇങ്ങനെ നോക്കുക. ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിന്റെ ക്ഷമയും സഹിഷ്ണുതയും ഞങ്ങൾ സമ്മതിച്ച് തന്നിരിക്കുകയാണ് മോളെ എന്ന് ഗംഗാധരൻ അലീനയോട് പറയുക കേട്ടോ. അലീനയ്ക്ക് കരയാനല്ലേ പറ്റുള്ളൂ. പാവം അവിടെ നിന്ന് കരയുക. ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂന്ന് പറയുമ്പം ഞാൻ പോകുന്നതല്ലേ നല്ലതെന്ന് അലീന അന്നേരം ചോദിച്ചു കേട്ടോ. അന്നേരം അല്ല, ഈ കുടുംബം ഇപ്പൊ തകർച്ചയുടെ വക്കിൽ നിൽക്കുവാണ്, അതോടുകൂടി അത് തകർന്നു പോകുമെന്നുള്ള കാര്യം ഗംഗാധരൻ പറയുക അലീനയോട്. അലീനയ്ക്കൊന്നും പറയാനില്ല, പറയിപ്പിക്കുന്നില്ല ഇവര്. അപ്പൊ അലീന, ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ നീ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മാലതി പറയുവാണ്. നീ അല്ലാതെ വേറൊരാളില്ല എന്ന കാര്യവും മാലതി അലീനയോട് പറയുമ്പോൾ ഞാനുള്ളത് കൊണ്ടല്ലേ ഇത് തകരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഒരിക്കലും അല്ല. നിനക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കത് നിന്നോട് പറയാൻ പറ്റില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു. ബാലചന്ദ്രൻ ഇപ്പം എന്തും ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥയിലാണെന്നും ഗംഗേട്ടൻ ഇങ്ങനെ അലീനയോട് പറയൂ കേട്ടോ. അപ്പം അലീനയ്ക്ക് പേടിയായി. നീയാണ് ഇപ്പോൾ അയാൾ പിടിച്ചു നിൽക്കുന്ന ഏക കച്ചിത്തുരുമ്പ്. നീയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു പിടിവള്ളി ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ എന്നും ഗംഗേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അലീന ഇപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി. അലീനയാണെങ്കിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. സ്വന്തം കുടുംബം ബാലചന്ദ്രൻ സാറെ തന്നെത്താൻ നശിപ്പിച്ച് കളയോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് 2 പേർക്കും എല്ലാം പറയാനുണ്ടോ? അതിനൊരു കാരണം ഉണ്ടെന്ന കാര്യം നമ്മുടെ ഗംഗേട്ടൻ അലീനയോട് പറയും. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് പേടിയായി. അലീനയ്ക്ക് ആകെ വെപ്രാളമായി, ടെൻഷനായി. നീ വിശ്വസ്തയാണ് എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രം പറയുക. ഒരു ക്ലൂ തരാം എന്ന് ഗംഗേട്ടൻ പറഞ്ഞു. വൈജയെ പറ്റി എന്തോ ഒരു സംശയം ബാലചന്ദ്രൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും അലീന നടുങ്ങി. അലീനയ്ക്ക് മനസ്സിലായി അപ്പോൾ എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത്. ആ സംശയത്തിൻ്റെ പേരിലുള്ള ഒരു റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അലീനയോട് ഇവർ 2 പേരും പറയുമ്പം എന്ത് സംശയമാണെന്ന് അലീന ചോദിച്ചു. അന്നേരം ഇവർ 2 പേരും അയാളെ വൈജ ചീറ്റ് ചെയ്തെന്നോ അങ്ങനെ എന്തോ ഒന്നാണെന്ന കാര്യം ഗംഗേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ അലീനയ്ക്ക് അറിയാം എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. അങ്ങനെ അലീന പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനി ബാലചന്ദ്രൻ സാർ അറിഞ്ഞോ എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക് അയാളെ ശാന്തനാക്കുക എന്നുള്ളത് മാത്രമാണെന്ന കാര്യം ഗംഗേട്ടൻ അലീനയോട് പറയുക. എന്നിട്ട് നിന്നോട് ബാലചന്ദ്രനൊരു അലിവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ
സത്യം പറഞ്ഞാൽ നീയാണിപ്പോൾ അയാൾക്ക് ഉള്ള ഏക ആശ്വാസം. എന്തൊക്കെ സംഭവിച്ചാലും നീ അയാൾക്കൊപ്പം നിൽക്കുക തന്നെ വേണം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നും ഗംഗേട്ടൻ അലീനയോട് പറയുമ്പം ചെകുത്താനും കടലിൽ നടുവിൽ എന്നുള്ള രീതിയിലായി പോയി അലീന. അവസാനം അലീന അത് സമ്മതിച്ചു എന്നും പറഞ്ഞു. ബാലചന്ദ്രനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയൊന്നും വൈജയന്തിക്കില്ല. അവൾ പറയുന്ന ഒരു നെഗറ്റീവിനും നീ പുല്ല് വില പോലും കൊടുക്കണ്ടായി എന്നും ഇവർ രണ്ടുപേരും കൂടി അലീനയോട് പറയുക. ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 3-4 ദിവസമായി, തിരിച്ചു പോകാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ പോവുകയാണെന്ന് മാലതി ഇവരോട് പറഞ്ഞു കേട്ടോ, അലീനയോട് പറഞ്ഞു. ഈ കുടുംബത്തിൻ്റെ ഭാവി നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിനക്ക് തരുന്ന സ്ഥാനവും നിന്റെ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഒരു ഇതും നീ മനസ്സിലാക്കണം എന്ന് പറയുവാണ്. അതൊക്കെ കേട്ടോ പാവ അലീന. നിന്നെ ഒരു സർവൻ്റ് ആയിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ കാണുന്നത്, ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാണെന്ന് പറയുമ്പോൾ അലീന നടുങ്ങി. അലീനയ്ക്കാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. അലീന ഞെട്ടിപ്പോയിട്ട് ഇവരിത് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും അതാണല്ലോ. അലീന ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. നിനക്ക് എന്ത് പ്രശ്നം സംഭവിച്ചാലും നീ എന്ത് സങ്കടഘട്ടം ഉണ്ടായാലും ആ സെക്കൻഡിൽ എന്നെ വിളിച്ച് നീ വിവരം അറിയിച്ചിരിക്കണമെന്ന് ഗംഗേട്ടൻ പറയാം. പോട്ടെ എന്നും പറഞ്ഞ് അലീനയോട് യാത്ര പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാലതി ചെന്ന് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ ഗംഗേട്ടനെ നോക്കി അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ മാലതിയേട്ടത്തെയും യാത്ര പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോണു. അങ്ങനെ അവർ പോകുന്നത് നോക്കി നമ്മുടെ അലീന നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കുറേ കരഞ്ഞു. എന്നിട്ട് മുഖവും കഴുകി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലനെയാണ്. അപ്പോൾ ബാലനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലൻ അന്നേരം ഇങ്ങനെ തകർന്ന് കിടക്കുകയല്ലേ, എന്തൊക്കെയോ ആലോചിച്ച്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോഴും ബാലൻ ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും എന്നെ നിങ്ങൾ കാണാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് നന്നായി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ നീ ഒന്നും മനസ്സിലാക്കണം, ഞങ്ങൾ വൈദ്യയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ല, നിന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറയുമ്പം എനിക്കിട്ട് പണിതതും മതി, കൂടുതൽ പണി ഇനി വേണ്ട എന്ന് ബാലൻ അവരോട് അന്നേരം പറഞ്ഞു. അപ്പോൾ പറയുന്നത് മനസ്സിലാക്കുക ബാലേന്ദ്ര, നിനക്ക് വൈദ്യയെ വെറുക്കാനും ഉപേക്ഷിക്കാനും എല്ലാത്തിനും ന്യായമായ കാരണങ്ങളുണ്ട്. നീ അവളോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ 3 കുഞ്ഞുങ്ങളെ നീ ഓർക്കണം എന്ന് പറയുമ്പം ഇത് എന്നോടല്ല പറയേണ്ടത്, അവളോട്, നിങ്ങളുടെ പെങ്ങളോട് പോയി പറയാൻ പറഞ്ഞു ബാലൻ അന്നേരം ഗംഗേട്ടനോട്. ഇവരും ഇപ്പം എന്ത് ചെയ്യാനാ, ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ച് വീടിൻ്റെ മൂലയ്ക്ക് ഒരു ഒതുങ്ങി കിടക്കുക. ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ എല്ലാത്തിനും എന്നും പറഞ്ഞുകൊണ്ട് തലേണയുടെ പുറകിൽ വെച്ചിരുന്ന് തോക്കെടുത്ത് അങ്ങ് ചൂണ്ടി ഇവരുടെ നേരെ. ഇവർ ഞെട്ടിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. മര്യാദയ്ക്ക് താഴെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കോളാം നിങ്ങളുടെ പെങ്ങളോട് നിങ്ങൾ പറയണം. കുറച്ച് മുൻപ് അവൾ ഇവിടെ വന്നിട്ട് ഒരു ഷോ കാണിച്ചിട്ടങ്ങ് പോയി. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ആവർത്തിച്ചാൽ അവളുടെ ഷോ എടുത്തോട്ട് പോകേണ്ടി വരും നിങ്ങൾക്കെന്ന് ബാലചന്ദ്രൻ പറയുക. അന്നേരം ബാലചന്ദ്ര ഞങ്ങൾ അവളോട് പറഞ്ഞോളാം, അവളെ അടക്കി നിർത്തിക്കോളാം എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് ആ സമയത്ത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിലേ നിങ്ങളുടെ പെങ്ങളിന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു, കൊന്നു കളഞ്ഞോനോ ഞാൻ അവളെന്നും പറഞ്ഞു നമ്മുടെ ബാലൻ അന്നേരം പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് വല്ലതും പറയാനുണ്ടോ? ഇവർ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. ബാലചന്ദ്ര നിന്റെ മാനസികാവസ്ഥ അത് ഞങ്ങൾക്കറിയാം, നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ചുകൂടി നീ ഒന്ന് ക്ഷമ കാണിക്കണം എന്നവർ ബാലനോട് പറയണം. മാന്യമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള വഴി തെളിയുന്നത് വരെയെങ്കിലും നീ ഒന്ന് ക്ഷമിക്കണമെന്നിങ്ങനെ പറയുമ്പോൾ ചുട്ടു പഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാ ഞാൻ, എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ പറഞ്ഞോളാം. ബാലേന്ദ്ര പ്ലീസ്. അപ്പം എന്താ നിങ്ങൾ അവളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞതായിട്ട് ഞങ്ങൾ ഭാവിച്ചിട്ട് പോലും ഇല്ല എന്ന് ഗംഗേട്ടൻ അന്നേരം ബാലനോട് പറഞ്ഞു. ബാലൻ അന്നേരം ഇങ്ങനെ നോക്കുക, ബാലചന്ദ്രനെയും അലീനയെയും എതിർക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ഇതായിട്ടിരിക്കും കേട്ടോ. അലീനയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രന് സപ്പോർട്ടായി നിൽക്കണമെന്നും ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകരുതെന്നും. അപ്പോൾ ഇങ്ങനെ നോക്കുക ബാലൻ, അലീന ആരെന്ന് വിചാരിച്ചാ അവളോട് നിങ്ങൾ എത്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുക ബാലൻ ഇവരോട് 2 പേരോടും. അവള് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് അറിയണ്ട, നിങ്ങളുടെ കുടുംബം അവൾ നന്നായി നോക്കുന്നുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ തുടർന്ന് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇനി എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കരുത്, മനസ്സിലായോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ
ബാലേന്ദ്രൻ ഞങ്ങൾ ഒന്നിനുമില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതാ, കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്നും പറഞ്ഞു. ആ, നിങ്ങൾ പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം, ഒരു മിസ് കോൾ വിട്ടാലും മതിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ചാവുന്നത് വരെയും വേണ്ട എന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ഇവർ രണ്ടുപേരും അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മൊത്തത്തിൽ അങ്ങോട്ടും ബാലനെല്ലാം പൊളിച്ചടുക്കുവാണ്. ശരി, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. കൂടുതൽ സമയം നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരുന്നാലേ എൻ്റെ കൺട്രോൾ പോകുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ ബാലചന്ദ്രൻ അവരെയും അവിടെ നിന്ന് പുറത്താക്കുവാണ്. പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ബാലൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് കിടക്കും. ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മക്കൾ 3 പേരും അവിടെ വന്നു. അപ്പോൾ അലീനയും ഒപ്പം നിൽക്കുന്നുണ്ട്. അങ്കിളിനെന്തോ നിങ്ങളോട് പറയാനുണ്ട്, അത് നിങ്ങളെ 3 പേരെയും ഒന്നിച്ച് വിളിപ്പിച്ചതെന്ന കാര്യം മാലതി ഇങ്ങനെ അവിടെ വെച്ച് പറയൂ കേട്ടോ. മക്കൾ 3 പേരും പ്രത്യേകിച്ച് രോഹിത്തും ബബിതയും നിഷേധികളായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുറമേ കാണുന്നത് പോലെയോ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയോ അല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഒരു കലാപ ഭൂമിയായി മാറുകയാണ്. അപ്പം അമ്മയുടെ കുറ്റം കൊണ്ടാണോ എന്ന് ബബിത ചോദിക്കുമ്പം ആരുടെയും കുറ്റം കൊണ്ടല്ല, ഇതൊരു വിധിയാണ് എന്ന് ബബിതയുടെ ചോദ്യത്തിന് ഗംഗാധരൻ മറുപടി കൊടുക്കുമ്പം അമ്മയുടെ ചോദ്യം ശരിയല്ലേ, അവൾ വന്നതിന് ശേഷമല്ല ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് ബബിത അലീനയെ നോക്കി പറയും. അപ്പോൾ അലീന ദയനീയമായിട്ട് നോക്കുന്നു. അപ്പോൾ അതും ശരിയാണ്, പക്ഷേ അവൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും അവൾ ഇവിടെ നിന്നില്ലേ, അമ്മ പോവാൻ പറഞ്ഞിട്ട് അവൾ പോയില്ലല്ലോ. അങ്ങനെയൊക്കെ ബബിത പറയുമ്പം അലീന നിങ്ങളെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ. നിങ്ങളുടെ മുത്തശ്ശൻ കഴക്കൂട്ടത്ത് പോയി ക്ഷണിച്ചിട്ടാ അവൾ വന്നത്. നിങ്ങളുടെ അച്ഛനും മനുശങ്കറും കൂടി കൂട്ടിക്കൊണ്ടു വന്നതല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മുത്തശ്ശിയെ കെയർ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് മാലതി പറയുക. ആദ്യം മുതലേ കമലയും വൈജയന്തിയും അവളോട് അനീതി കാണിച്ചു. ഹോം നേഴ്സായി വന്നവളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിച്ചു. അതിനൊന്നും മക്കൾക്ക് മറുപടിയില്ല. മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലുള്ളവരുമായി കൊല്ലപ്പള്ളിയിലുള്ളവരുമായിട്ടും സംസാരിച്ചു. അപ്പോഴേക്കും ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ രോഹിത്ത് അലീനയെ. മാനുവേട്ടനും മുത്തശ്ശിയും അമ്മയുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ എന്ന് ബബിത പറയുമ്പം കുറ്റം ഉള്ളത് കൊണ്ടാണ് കുറ്റം പറയുന്നത്, അത് നിഷേധിക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഗംഗാധരൻ ബബിതയോട് ചോദിക്കുക കേട്ടോ. അപ്പോഴും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വൈജയന്തി കാണിച്ച അബദ്ധങ്ങൾ നിരവധിയാണ്. എനിക്ക് എൻ്റെ സഹോദരിയെ പറ്റി കുറ്റം പറയാനോ അത് കേൾക്കാനോ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചു. ഈ വീട്ടിലിപ്പോൾ നിലവിലുള്ള സകല പ്രശ്നങ്ങൾക്കും ബാലചന്ദ്രൻ്റെ രോഗം ഉൾപ്പെടെ അത് സംഭവിക്കാൻ എല്ലാത്തിനും കാരണം വൈജയന്തിയാണെന്ന കാര്യം ഗംഗേട്ടൻ മക്കളോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് കൃഷ്ണ അന്തം വിട്ട് നിൽക്കുക. അവർക്കും ആർക്കും രണ്ടുപേർക്കും യാതൊരു കുശലും ഇല്ല. ഇപ്പോഴും അവളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൾ ഇതേ നിലപാടാണ് മുന്നോട്ട് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും, ഈ കുടുംബം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ഉത്തരവാദിത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കും. അച്ഛനും അതാവാമല്ലോ ഈ ക്ഷമയും മനസ്സിലാക്കലും എല്ലാം എന്ന് ബബിത ചോദിക്കുമ്പം അച്ഛനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിനേക്കാളും മോശമാകാനേ അച്ഛൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പം ചെയ്യുന്ന തെറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പം അലീനയെ പറഞ്ഞേക്കാൻ സമ്മതിച്ചില്ല. അപ്സ്റ്റെയറിലേക്ക് താമസം മാറ്റി അമ്മയോട് പിണങ്ങിയിരിക്കുന്നു എന്ന് രോഹിത്ത് പറയുമ്പം അതിന് നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ഞങ്ങൾ അറിയണ്ട, സമ്മതിച്ചു. അമ്മ അറിയണ്ടേ? അപ്പം അമ്മയും അറിയണ്ടെന്ന് നമ്മുടെ ഗംഗേട്ടൻ ഈ രോഹിത്തിനോട് പറയുമ്പോൾ അതെന്താണ് അമ്മ അറിയണ്ടാത്തതെന്ന് രോഹിത്ത് ചോദിക്കുക. അപ്പോൾ ഞാനും മാലതിയും കൂടി നിങ്ങളോട് പറയാം, ഞങ്ങൾ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോക്കും. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. അലീനയ്ക്ക് ടെൻഷനായി. ഇനി ബാലചന്ദ്രൻ സാർ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നുള്ളൊരു പേടി. അല്ലാതെ തോന്നിവാസം ജീവിച്ചിട്ട് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന വൈജയന്തി പറയുന്നത് അനുസരിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അച്ഛനും ഉണ്ടാവില്ല, അമ്മയും ഉണ്ടാവില്ല, പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കൃഷ്ണയ്ക്ക് ആകെ പേടിയായിട്ടോ. അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട്. ഞാൻ എൻ്റെ പെങ്ങളോടുള്ള ശത്രുത കൊണ്ടാണോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, മറിച്ച് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ഇവിടുന്ന് കയ്യും വീശി അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. അലീനയെ പറഞ്ഞയച്ചാൽ പകുതി സോൾവെങ്കിലും തീരത്തില്ലേ അങ്കിളെന്ന് ബബിത ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, പ്രോബ്ലം അത് ഇരട്ടിയാകും, അത് ഈ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബാലചന്ദ്രൻ സ്വമനസായ അവളെ പറഞ്ഞയക്കണം എന്ന കാര്യം ഇങ്ങനെ
ഗംഗേട്ടൻ പറയുക. അലീന പാവം നിസ്സഹായതയോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ നിലവിൽ അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞയക്കില്ല എന്നും പറഞ്ഞ ബബിതയും രോഹിത്തും നിൽക്കുന്നത്. ചുരുക്കത്തിൽ അലീനയെ ആശ്രയിച്ചാണ് ഇപ്പം ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പ്. മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൾ തനിയെ പോയാലും ഈ ഫാമിലി ഇല്ലാതാകും. അവളെ വൈജ പിരിച്ചു വിട്ടാലും അത് തന്നെ സംഭവിക്കും. മനസ്സിലായോ എന്ന് ചോദിച്ചു. അലീനയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ പോലെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഇവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്താ അങ്ങളെ ചെയ്യേണ്ടതെന്ന് കൃഷ്ണ ചോദിച്ചു. അച്ഛനെ അച്ഛൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അമ്മയോട് ക്ഷമയോടെ അടങ്ങിയിരിക്കാൻ പറയുക. നിങ്ങളും ഒന്നിലും ഇടപെടാതെ വെയിറ്റ് ചെയ്യുക. പതിയെ പതിയെ എല്ലാം തണുത്തോളും. അലീന അവളുടെ വഴിക്ക് പോയിക്കോളും. അച്ഛൻ്റെ മുറിവ് സാവധാനം ഉണങ്ങും. അതിനൊക്കെ സമയം എടുക്കും. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി നിങ്ങളോട് പറഞ്ഞു തരാനില്ല എന്ന് ഗംഗാധരൻ പറയുക. അപ്പോഴേക്കും നമ്മുടെ അലീന ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്കിൾ ഇത്രയൊക്കെ പറയുമ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്ന് മാലതി മക്കളോട് 3 പേരോടും ചോദിച്ചു. അപ്പോഴും അലീനയെ തുറച്ച് നോക്കുവാണിങ്ങനെ. അപ്പോൾ അമ്മയെപ്പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അച്ഛനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അതിനിങ്ങനെയൊക്കെയാണോ റിയാക്ട് ചെയ്യുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ എന്ത് പറയാനാ, വരാനുള്ളതൊക്കെ അനുഭവിക്കാൻ രോഹിത്തിനോട് അന്നേരം ഗംഗേട്ടൻ പറഞ്ഞു. അപ്പോൾ രോഹിത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രോഹിത്തിന് അച്ഛനിപ്പോൾ മുകളിലോട്ട് പോയതാണ് പ്രശ്നമായിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം തൊണ്ട വരണ്ടു. മോളെ ഒരു ഗ്ലാസ് വെള്ളം തരാവോ എന്നും ചോദിച്ചുകൊണ്ട് ഗംഗേട്ടൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അലീന വെള്ളം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പോഴും ബബിതയൊക്കെ അലീനെ തുറിച്ചാ നോക്കുന്നത് കേട്ടോ. അലീനയോട് ഭയങ്കര കലിപ്പാണ് അവർക്ക്. വെള്ളം കൊടുത്തു. ഗംഗേട്ടൻ ആ വെള്ളം കുടിച്ചു. അപ്പോഴും അലീന പിള്ളേരെ നോക്കുക. പിള്ളേരിൽ രോഹിത്തും ബബിതയും അലീനയും ഇപ്പോൾ കൊല്ലും എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അലീന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. വൈജയ്ക്ക് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റാ.